ഇവ രണ്ടുപേർക്ക് ഒരുമിച്ച. ആദ്യമേ ഹായ് എല്ലാവർക്കും. സാർ താങ്ക് യു. ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എന്നെ കുറിച്ച് ഏറ്റവും നല്ല വാക്കുകൾ സംസാരിക്കുന്നത് ജോസ് സാറാണ്. താങ്ക് യു സാർ. അപ്പോൾ ആദ്യമേ സാറിന് വലിയൊരു നന്ദി, ഇങ്ങനൊരു ക്യാരക്ടർ ഈ സിനിമയിലേക്ക് എന്നെ വിശ്വസിച്ച് എനിക്ക് തന്നതിൽ. സത്യത്തിൽ ഇപ്പൊ നോർമലി ഇപ്പം ഇവരൊക്കെ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയ സ്ഥിതിക്ക് ഞാൻ സീനിയർ ആക്ടറായിട്ട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നോർമലി ഞാൻ ഈ ക്യാമ്പസിലെ ക്യാരക്ടറായിട്ടായിരിക്കും നിങ്ങൾ പ്രത്യേകിച്ച് വിചാരിക്കുക. ഒരിക്കലും അല്ല. ഈ സിനിമയിൽ എനിക്കൊരു ഭാര്യയൊക്കെ ഉണ്ട്. അഞ്ജലിയാണ് എൻ്റെ ഭാര്യ. പിന്നെ അപ്പൊ അങ്ങനെ മൊത്തത്തില് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒന്ന് സിനിമകളിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല ഞാൻ വളരെ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ മാത്രം വർക്ക് ചെയ്ത് അങ്ങനെ നിന്ന ഒരാളാണ്. അപ്പൊ അവിടുന്ന് സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഓൾറെഡി മെച്യൂരിറ്റി ഇല്ലാതെ ഒരുപാട് കളിയാക്കലും കിട്ടിയിട്ട് ഒരാളാണ് ഇതിന്. അപ്പൊ തന്നെ എനിക്കൊരു തന്നെ സാർ ഞങ്ങൾ ആദ്യമായിട്ട് നമ്മൾ സാറിനെ ചെന്നായിട്ടോ കാരണം ചേച്ചിയായിട്ട് അഭിനയിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്കൊരു ഭാര്യ, പിന്നെ വളരെ ഇതായിട്ട് അത് 2 അടിച്ചിട്ട് വരുന്ന ക്യാരക്ടർ, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ കിട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് എന്നെ വിശ്വസിച്ച് എന്താണ് സാർ എന്നെ കണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ കുഴപ്പമില്ലാതെ ചെയ്താണല്ലോ സാർ. അപ്പൊ അത് എനിക്ക് വലിയ സന്തോഷം തോന്നി അങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ഈ സിനിമയിൽ എനിക്ക് തരുമ്പോ. പിന്നെ ഈ സിനിമയിലുള്ള സീനിയർ ആൾക്കാർ മുതൽ ഏറ്റവും ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ പുതിയ ആൾക്കാരായി ഞങ്ങൾ ഉൾപ്പെടെ ഇതിൽ അഭിനയിച്ച സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ആയിട്ട് വന്ന ഏതൊരു ആർട്ടിസ്റ്റും നന്നായിട്ട് ഈ പടത്തിൽ എന്തെങ്കിലും അവരുടെ ഒരു നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും മുന്നിൽ പറയേണ്ട ആൾക്കാർ 2 പേരും, ഒന്ന് ജോസ് സാറും ഡയറക്ടർ സാറും നമ്മുടെ പ്രൊഡ്യൂസർ ശശി സാറുമാണ്. കാര്യം അത് ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം എന്തുമാത്രം കൂളായിട്ടാണ് ലൊക്കേഷനിൽ ഒരു ആർട്ടിസ്റ്റിനെ അഭിനയിപ്പിക്കുന്നത് എന്നുള്ളത്. കാര്യം ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലൊക്കേഷനിൽ. അപ്പോ നമ്മുടെ ഒരു സീന് കോർട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീന മാം എന്നെ ഇത് ചെയ്യുന്ന സീൻ. അപ്പൊ ഞാൻ അതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോ മീന മാം നിൽക്കുന്നതിന്റെ തൊട്ടു പുറകില് ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഒരു ചേച്ചി നിൽപ്പുണ്ട്, ചേച്ചിയെ ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പൊ ആ ചേട്ടന്റെ മുടി ഇങ്ങനെ ജസ്റ്റ് പൊങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഈ ക്ലോസ് വയ്ക്കുമ്പോ സൈഡില് ആ പുള്ളിയുടെ മുടി ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പൊ മോണിറ്ററിലാണ് ജോസാൻ ഇരിക്കുന്നത്. അപ്പൊ സാറിന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ പുള്ളിയുടെ മുടി ചെറുതായിട്ട് പൊങ്ങിയിരിക്കുക. നോർമലി ഒരു ഡയറക്ടറിന് അവിടെ ഇരുന്നിട്ട് അതെ ആ മേക്കപ്പിൽ ആരെങ്കിലും വന്ന പുറകിലിരിക്കുന്ന ആളുടെ മുടി ഒന്ന് ശരിയാക്കി കൊടുക്കണേ, ഇത്രയും പറഞ്ഞാൽ മതി, അവിടെ തീരും. സാർ അവിടെ നിന്ന് എണ്ണീറ്റ് 50 മീറ്റർ നടന്ന് അവിടെ ചെന്ന് അതെ മേക്കപ്പിൽ അസിസ്റ്റന്റ് ആരെങ്കിലും ഉണ്ടോ, അപ്പം സാർ ഇങ്ങനെ വിളിച്ച് മാറ്റി അപ്പുറത്തോട്ട് നിർത്തിയിട്ട് അതെ ആ മീന മാമിന്റെ പുറകിൽ നിൽക്കുന്ന ആളിന്റെ മുടി കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട്, അതൊന്ന് കോതി ശരിയാക്കാവും. അപ്പൊ അവൻ കണ്ണ് നിറഞ്ഞിട്ട് ഇപ്പൊ ശരിയാക്കാം. എന്നിട്ട് ഇവൻ നേരെ അങ്ങ് പോയി. ഇത് കുറെ കഴിഞ്ഞ് ഇവൻ എന്റെ അടുത്ത് ടച്ച് ചെയ്യാൻ മനസ്സിലാക്കി, അണ്ണാ എനിക്കൊന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എന്തിട്ടാ ഞാൻ ഇതിനു മുമ്പ് ആ സിനിമയുടെ പേര് പറയുന്നില്ല, വളരെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തത് ആ സിനിമയിലായിരുന്നു. അതുകൊണ്ട് അവിടെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വെറുതെ നിന്നാലും ജോലി എടുത്താലും ഡയറക്ടറും മൈക്കിലൂടെ എന്നെ തെറി വിളിക്കണ്ട. ഇവിടെ വന്നപ്പോ ആ സാറ് എന്റെ അച്ഛൻ പോലും എന്റെ അടുത്ത് ഇത്ര സ്നേഹത്തിൽ സംസാരിച്ചിട്ടില്ല. അതിൽ ഞാൻ പറയാൻ ഇത് ചെറിയൊരു തമാശയാണ്, പക്ഷെ ഇതേ ആറ്റിറ്റ്യൂഡാണ് സാർ ആർട്ടിസ്റ്റുകളും കാണിക്കുന്നത്. അപ്പൊ നമ്മളൊരു സാധനം ചെയ്തിട്ട് നമുക്കിപ്പോ സാറിന് വേണ്ട സാധനം എന്താണ് സാറിന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ ആ മാറ്ററിൽ നിന്ന് കൈവിട്ടു പോകുമോ, അല്ലെങ്കിൽ മോഡുലേഷൻ ചേഞ്ച് ആവുകയോ അല്ലെങ്കിൽ ആ മൂഡ് ചേഞ്ച് ആയൊക്കെ നമ്മൾ പറയും, എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാരായതുകൊണ്ട്. സാർ ഇതുപോലെ എണീറ്റ് വരും, അല്ലേ നമുക്ക് അവിടെ അങ്ങനെ പറയണ്ട, ഇങ്ങനെ പറഞ്ഞ് അത് സാറിന് മൈക്കിലൂടെ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മുടെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് മൈക്കിലൂടെ പറയുമ്പോൾ എല്ലാവരും കേൾക്കില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് പുതിയ ആൾക്കാരെ നമുക്ക് എല്ലാവരും നിൽക്കുക അഖിൽ അങ്ങനെയല്ല കേട്ടോ, അതിങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് സാറ് വന്ന് അടുത്ത് നിന്ന് പറയും. അത് ഇവിടെ ഇതിൽ അഭിനയിച്ച ഓരോ പുതിയ ആർട്ടിസ്റ്റുകൾക്കും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ സാറിനെ ആണെങ്കിലും സാറ് രാവിലെ വന്നു കഴിഞ്ഞാൽ സാറിന് ഒരാവശ്യമില്ല, കാരണം സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ആ ലൊക്കേഷനിലുണ്ട് ഒക്കെ ഉണ്ട്. എന്നാലും സാർ വന്നിട്ട് അഖിൽ കഴിച്ചോ, അഖിൽ എങ്ങനെയുണ്ട്, ഇന്നലെ താമസം എങ്ങനെയുണ്ടായിരുന്നു അഖിൽ, ഓക്കെ അല്ലേ, ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നോ അതോ ഇവിടെ, ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ എത്തി സാർ, ഓക്കെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോൾ പോലും സാറ് നമ്മളെ കുറിച്ച് തിരക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് പ്രൊമോഷൻ തന്നെ പറഞ്ഞു വരണം, കാര്യം ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആൾക്കാരല്ല. സാർ എങ്ങനെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് അല്ലേ. അപ്പൊ അത് ഓൾറെഡി ഈ ലൊക്കേഷനിൽ അഭിനയിച്ച ഓരോ ആൾക്കാർക്കും അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്, എന്നെ പോലുള്ള നമ്മൾക്കുള്ള പുതിയ ആൾക്കാർക്ക്. അപ്പൊ അതിന് ഞങ്ങളെ ഇത്രയും കംഫർട്ട് സോണിൽ നിർത്തി അഭിനയിപ്പിച്ചതിന് ഇവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പൊ ക്രൂ മെമ്പേഴ്സ്, സജിത്ത് ഏട്ടൻ എന്റെ ആദ്യത്തെ സിനിമയിൽ പരിചയപ്പെട്ടതാണ്. സജിത്ത് ഏട്ടനെ ഒരു 8-9 വർഷമാവും സജിത്ത് ഏട്ടൻ. അപ്പൊ ഈ ആദ്യത്തെ സിനിമ 8-9 വർഷമായിരുന്നു. എന്റെ പ്രായമൊക്കെ ഒരു മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടാണ് സജിത്ത് ഏട്ടൻ. അപ്പൊ
അങ്ങനെ ഈ ലൊക്കേഷന് വരുമ്പോൾ തന്നെ പരിചയമുള്ള ഒരുപാട് പേര്, ഒരാളുടെ പേരെടുത്ത് പറയുന്നത് എല്ലാവരും, ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നമ്മൾ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലെ നമ്മളെ സ്നേഹിച്ച് വർക്ക് ചെയ്ത ആൾക്ക്. ഒപ്പം ആ ലൊക്കേഷന് വലിയൊരു ഗുണമുണ്ട്. കാര്യം വയനാടാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. മഴയുണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു ലൊക്കേഷൻ ആയതുകൊണ്ടാണ്. കൂടെ അഭിനയിച്ചവരും എല്ലാവരുമായിട്ട്. പിന്നെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞതിന് ശേഷം ഞാനും സൂരജും തമ്മിൽ ഒരുപാട് TV ഷോസ് പല ചാനലുകളിൽ നിന്നും വിളിവരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും എനിക്ക് ഒരുമിച്ചൊരു TV ഷോ ചെയ്യാനുള്ള ഒരു ഇത് നടന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും കംഫർട്ടായിട്ടും ഇഷ്ടമുള്ള ഒരു ഷോയിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ല ഷോ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിരുന്നുണ്ട്. പക്ഷെ ദൈവം ഞങ്ങളെ സ്ക്രീനിൽ ഒരുമിപ്പിച്ചത് ഈ സിനിമയിലാണ്. ഞാനും സൂരജും ഒരുമിച്ച് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പൊ അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോ മൊത്തത്തിൽ ഈ March 1 അനന്തപുരം ഡയറീസ് തിയേറ്ററുകളിൽ എത്തും. അപ്പോ ഇപ്പൊ അറിയാം, നേരത്തെ ശൈത്യനും എല്ലാവരും പറഞ്ഞതുപോലെ സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടുതൽ കയറി തുടങ്ങിയ സമയമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അനന്തപുരം ഡയറീസും ചൂസ് ചെയ്യുക. കുറെ പേരുടെ സ്വപ്നമാണ്, കുറെ പേരുടെ ലൈഫാണ്, കുറെ പുതിയ ആൾക്കാരുടെ വരവും കൂടിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ കയറി കാണുക. അഭിപ്രായങ്ങൾ എങ്ങനെയെങ്കിലും അറിയിക്കാൻ പറ്റുന്ന വഴികളുണ്ടെങ്കിൽ അതുവഴി അറിയിക്കുക. தேங்க்யூ ஸோ மச். அதாவது மீனா மேடமோட இவ்வளோ நேரம் பேசினதெல்லாம் கேட்டிருந்தீங்கன்னா ஷான் ரஹ்மான் அவரோட மியூசிக் மாதிரியே இருந்திருக்கும். மெலோடியஸாக, சச் அ அமேசிங் வாய்ஸ் ஷி ஹேஸ். அதாவது 40 years கம்ப்ளீட் பண்ணியிருக்காங்கன்னு பார்க்கும்போது வா, இட்ஸ் அ கிரேட் அச்சீவ்மெண்ட். ஒன்ஸ் அகெயின் we all like to wholeheartedly congratulate you, and you are a wonderful treasure for this industry, and please continue the same thing, and it's an honor actually working with you. நான் எப்பயுமே அவங்கள ஷூட்டிங் ஸ்பாட்ல சீனியர்னு கலாய்ப்பேன். wonderful talent, and see, when you work with talented people you feel so nice. And college, yeah, thank you so much sir. எங்களை மாதிரி டீனேஜர்ஸ்லாம் வச்சு ஆனா இடையில கெஸ்ட் லெக்சரர் நினைச்ச போதும் ரொம்ப கஷ்டமா இருந்துச்சு. நெக்ஸ்ட் டைம் காலேஜ் ஸ்டூடெண்ட் எல்லாம் ட்ரை பண்ணுங்க. மீசை தாடிலாம் எடுத்துட்டு ஓடி வந்துடுறோம் நாங்கெல்லாம். நாங்க மீன மேடம் எல்லாரும் ஓடி வந்துடுறோம். யா, ஐ லைக் தட். சி, காமன் மேனோட ஒரே ட்ரீம் என்ன அப்படின்னா நியாயம் கிடைக்கணுன்றதுக்காக தான் எல்லாரும் எதிர்பார்க்கறது that law prevails and truth prevails and justice is delivered to the common man. So இதுதான் பெரிய நம்பிக்கை. And we all hope that it always happens. The law is a very powerful aspect. So அதுக்கு எந்த விதமான வேறுபாடு இருக்காதுன்றது தான் ஒரு நம்பிக்கை. So இதை சுற்றி தான் இந்த படம். And what is the responsibility of a common man, and what are the things which can be done towards law. But அதுக்காக இதை எல்லாரும் ஒரு கேம்பஸ் நினைக்க வேண்டாம். Because there are a lot of other aspects. There are wonderful talents here, and there's love, there is so much of drama, there are human emotions நிறையா இருக்கு, and the music plays a vital aspect in this. சார் சொன்னார், இதெல்லாம் ப்ரோக்ராம் முடிஞ்ச பிறகு 2-3 ஸ்டெப்ஸ்லாம் இருக்கும். நல்ல வேலை யாராவது டாக்டர்ஸ் இருந்தாங்கன்னா சர்ஜரி அப்படின்னா 2-3 சர்ஜரி கூட பண்ணி காமிச்சிருப்பாரு நீங்கள். அதாவது நீல் சார் சசி சார் இது அவரோட கதை. இட்ஸ் ஹிஸ் ட்ரீம் ஸ்கிரிப்ட், and I appreciate the fact that he wanted to do something to the society, give it back to the society as a responsible person, and through cinema. ஏன்னா சினிமாவோட இம்பார்ட்டன்ஸ் அவர் புரிஞ்சுக்கிட்டது இது மூலிமா பண்ணணும்னு நினைச்சாரு. அண்ட் ராஜ் சார் எங்கள் டைரக்டர் ரொம்ப அழகாக அதை திரைக்கதையாக்கி இது கொடுத்துருக்காரு. அண்ட் ஃபார் மீ இட் வாஸ் மோர் லைக் கோயிங் டு ஷூட் அண்ட் வாட்சிங் ஒரு பிக்னிக் மாதிரி. அதுக்காக என்ன ஷூட்டிங் பண்ணலாம்னு நினைக்காதீங்க. ஷூட்டிங் எல்லாம் மேட் இட் வெரி நைஸ்லி. த ஆஸ்பெக்ட் இஸ் தேர் ஆர் சோ மெனி ஆர்டிஸ்ட் and all these young talented ones, everybody were so energetic and it used to be so lively. அவங்களுக்குள்ள அந்த பாண்டிங் இதெல்லாம் பார்க்கும்போது it motivates you, and I really respect the aspect that Malayalam films deliver such quality content. See, சில இந்த சினிமாவில் ஒரு சேச்சுரேஷன் பாயிண்ட் இருக்கு. இந்த இடத்துல ஒரு ஃபைட் இருக்கணும், இந்த இடத்துல ஒரு சாங் இருக்கணும், இந்த இடத்துல ஒரு டபுள் மீனிங், இந்த இடத்துல குத்துப்பாட்டு. அது சம்டைம்ஸ் கிளீஷியா ஃபீல் ஆகுது.
இதெல்லாம் தாண்டி கண்டென்ட் ட்ரிவன் ஸ்கிரிப்ட்ஸ் பார்க்கும்போது you start respecting the craft more. And I see that aspect of content driven scripts coming out from Malayalam, and it's so nice to be part of this wonderful industry. And this year I had the opportunity to have my first release. Actually 2024 the first release is going to be with Anandapuram Diaries, and that is thanks to this wonderful team. Thanks a lot, sir. எங்களை பொறுத்த வரைக்கும் அன்னதாதா சுகி பவா, எங்களுக்கு சோறு போட்டது நீங்கள் தான். ஸோ இந்த அதாவது ஒரு ஒரு என்ன சொல்ற ஒரு பயணத்தை தொடங்கி வச்சுருக்கீங்க. ஸோ தட் கிவ்ஸ் அஸ் அ லாட் ஆஃப் மோட்டிவேஷன். அண்ட் மோஸ்ட் இம்பார்ட்டன்ட்லி எங்கேயோ யூகேல இருந்துக்கிட்டு ஜாலியாக பவுன்ஸில் சம்பாதிச்சுக்கிட்டு திருப்பி எங்கேயோ போய் நிலத்தை வாங்கிட்டு போல்காட்டி சைட்டில் அதெல்லாம் இல்லாமல் சசி சார் வந்து டிசைட் டு இன்வெஸ்ட் இன் டு மூவிஸ். அண்ட் அதில் வந்து ரன் ஆஃப் எம்எல் ஸ்கிரிப்ட்ஸ் இல்லாமல் கண்டென்ட் ட்ரிவன் ஸ்கிரிப்ட்ஸ் எடுத்து கொடுக்கணும் ஆடியன்ஸுக்கு ஒரு தாட் ப்ராசஸ் இஸ் டு பி அப்ரிஷியேட்டட். தட்ஸ் வை ஐ சே மேக்ஸ் இட் வெரி நைஸ். And the amount of effort as a producer is put, he's not compromised anywhere. He spent a lot. Locations are fabulous. Visual treat. The cinematographer, Mr. Sajid, has done amazing job. The director enna nanicharo and the visuals. There is a beautiful song between Meena madam and myself and Roshan. Our song is like visual treat. Adhe martha, see, there is a lot of competition. Like if you see Abhishek and Shika and Devika and my friend Nikhil, all their song has got to a various kind of shade. So there is a lot of contrast between these songs and those songs. I'm glad that it has got all the ingredients necessary. It's a colorful film, entertaining. There are multi-stars in this. So a wholesome treat is going to be there for you. நீங்க எல்லாரும் தயவு செய்து திரையில போய் பாருங்க, என்கரேஜ் பண்ணுங்க. அண்ட் கூடிய சீக்கிரம் எல்லாரும் சேர்ந்து எனக்கு மலையாளம் சொல்லிக் கொடுங்க. மலையாளி எல்லாம் தமிழ் பேசுறாங்க, தமிழ்காரங்க மலையாளம் கத்துக்கணும். ஸோ அதுக்கு நீங்க புள்ளையார் சொல்லி போட்டு சொல்லிக் கொடுங்க. மேடம் வந்து நீங்க ஷுகர் சொல்றீங்க, மேடம் சுகர்ன்றாங்க. ஸோ தேங்க்யூ ஸோ மச் ஒன்ஸ் அகெயின். அண்ட் 2024 let it start with success. It's nice to be important, but it's more important to be nice. So let us all be nice and let us all be happy always. Thank you so much, and pleasure interacting with you all. Hello everyone. Okay, sorry for being late. എനിക്ക് ഒരു ചെറിയ അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരാൻ കുറച്ച് സമയമായി. So sorry to keep you all waiting. അനന്തപുരം ഡയറീസിൽ എൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ടെങ്കിൽ എപ്പോഴോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കോളേജ് സ്റ്റുഡൻറ് ക്യാരക്ടർ ഇത്ര കാലത്തിന് ശേഷം എനിക്ക് ഇപ്പോൾ ലഭിച്ചു. സോ ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. ബട്ട് അതിനേക്കാളും അത് സീരിയസ് നോട്ട്, ഇറ്റ്സ് എ വെരി ഇൻസ്പിറേഷണൽ ക്യാരക്ടർ എന്ന് ഞാൻ പറയും. ഇറ്റ്സ് ഗോട്ട് ലോട്ട് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ കുറേ ഉണ്ട്. പിന്നെ പേഴ്സണലായിട്ട് ഒരു വിമൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റും എന്ന ഒരു ക്വൈറ്റ് ഇൻസ്പയറിങ് ക്യാരക്ടറാണത്. ബിക്കോസ് ഈ സിനിമ സ്റ്റാർട്ട് ആയ ശേഷം എനിക്ക് കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർ ചില പേര് ചെയ്യണം വിചാരിച്ച് പിന്നെ അവരുടെ after the marriage their life അങ്ങനെ ഒരു വേറൊരു it goes off to a different side, and അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അവരുടെ ഫാമിലി ലൈഫിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ അവരുടെ ഡ്രീംസ് അവർക്ക് എന്താണ് അവരുടെ കുറേ ആഗ്രഹങ്ങൾ ചെയ്യാൻ പറ്റാതെ they go off to a different side and different league, and they can't come back, they can't do what they want. പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഇറ്റ്സ് വെരി ഇൻസ്പയറിങ് ആൻഡ് വെരി സ്ട്രോങ് ക്യാരക്ടർ. ഒരു വക്കീലായിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്.
ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വെരി സ്ട്രോങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ സ്ട്രോങ് ക്യാരക്ടർ. ഞാൻ ഇതുവരെ മലയാളത്തിൽ ചെയ്ത കുറേ സിനിമയിൽ ചെയ്ത ക്യാരക്ടറിനേക്കാളും ഇത് വളരെ കോൺട്രാസ്റ്റ് ആയ ഒരു ക്യാരക്ടറാണ്. ദൃശ്യം ആൻഡ് ബ്രോ ഡാഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം വളരെ ഒരു പേടിച്ച് റാണിയായിട്ട് വന്ന ഒരു ക്യാരക്ടറും, അല്ലെങ്കിൽ ബ്രോ ഡാഡി ഇറ്റ്സ് ലൈക്ക് വെരി കോമഡി, ഫുൾ ഓഫ് ഹ്യൂമർ ആൻഡ് ലാഫ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് this would be a complete contrast character. ഇതിൽ പക്ഷേ എല്ലാം ഉണ്ട്. I'm not saying it's completely very serious എന്ന് പറയാൻ പറ്റില്ല, but it's got everything. It's got sentiments, it's got campus romance and friendships and humor. എല്ലാം കോളേജ് ഇപ്പോൾ വയനാട്ടിൽ കോളേജിൽ ഞാൻ ഒരു ഷൂട്ടിംഗ് ചെയ്തിരുന്നു. ആ കോളേജിൽ തന്നെ when you go to that college, it gave a very good vibe, കോളേജിന്റെ വൈബും അതിന്റെ I always wanted to go to a college. ഞാൻ ശരിക്കും കോളേജ് കണ്ടിട്ടില്ല, പോയിട്ടില്ല. ഇല്ല, സ്കൂളിൽ തന്നെ ഇല്ല, സ്കൂളിൽ തന്നെ I couldn't complete. So അതുകൊണ്ട് കോളേജൊക്കെ I never been to college. So this was a very, very beautiful experience for me personally also, and going to the classrooms, the corridors, the cafeteria, it was so nice. And the school days of orma vannu, it was quite nostalgic for me, and very beautiful working experience as well as beautiful character. So I really enjoyed doing Ananthapuram Diaries, and March 1 release avunnundu. So and personally after a long time enikku oru theatrical release, because Drishyam 2 or Bro Daddy ellam OTT ലാണ് റിലീസ് ആയത്. ആഫ്റ്റർ ഐ തിങ്ക് മുന്തിരി വള്ളികൾ ആ സിനിമ ആണ് ലാസ്റ്റ് ആയിട്ട് വന്ന ഒരു തിയേറ്ററിക്കൽ റിലീസ്. ഐ തിങ്ക് ദാറ്റ്സ് ദ ലാസ്റ്റ് തിയേറ്ററിക്കൽ റിലീസ്. അതിൻ്റെ ശേഷം ആഫ്റ്റർ എ വെരി ലോങ് ടൈം ഒരു തിയേറ്ററിക്കൽ റിലീസ് വരുന്നുണ്ട് എൻ്റെ സിനിമ. സോ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ആൻഡ് എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഇത് വളരെ നല്ലൊരു സിനിമയായിട്ട് വരും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുണ്ട്. And thank you for being here, and thank you for supporting us, and I need your support forever. Thank you. Thank you.